LDF സ്ഥാനാർത്ഥി വിജയിച്ച കടങ്ങോട് പഞ്ചായത്തിലെ 17-ാം വാർഡ് നീണ്ടൂരിൽ കള്ളവോട്ടും ഇരട്ടവോട്ടും നടന്നതായി പരാതി. 4 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച LDF സ്ഥാനാർത്ഥി KA നൌഷാദിന്റെ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് UDF സ്ഥാനാർത്ഥി TK സുബ്രഹ്മണ്യൻ റിട്ടേണിംഗ് ഓഫീസർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി. കടങ്ങോട് പഞ്ചായത്തിലെ 17-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KM നൌഷാദ് 4 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. LDF 50 വോട്ടുകൾ പുറമേ നിന്ന് കൊണ്ടുവന്ന് ചെയ്യിപ്പിച്ചുവെന്ന പ്രചാരണമുണ്ടായ സാഹചര്യത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വാർഡിൽ സ്ഥിരതാമസക്കാരല്ലാത്തവരും 2 പഞ്ചായത്തുകളിൽ വോട്ടുള്ളവരുമായ 60 പേർ ഇവിടെ വന്ന് വോട്ട് രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയതെന്നും ഇതിൽ 6 പേർ 2 സ്ഥലത്തും വോട്ട് രേഖപ്പെടുത്തിയതിന് തെളിവുകളുണ്ടെന്നും UDF കടങ്ങോട് പഞ്ചായത്ത് ചെയർമാൻ സജീവ് ചാത്തനാത്ത് പറഞ്ഞു. ഇങ്ങനെ ഒരു കള്ളവോട്ടിന്റെ പശ്ചാത്തലത്തിൽ ജയിക്കാനിടയായ സ്ഥാനാർത്ഥി KM നൌഷാദ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. 6 വോട്ടുകൾ തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും നിരവധി കള്ള വോട്ടുകളുടെ സാധ്യതകൾ ഇപ്പോ തെളിഞ്ഞു കാണാനുണ്ട്. ഇതിലെല്ലാം ഉപരിയായി നിയമപരമായി നിൽക്കുന്ന ഇത്തരം വിഷയങ്ങൾക്കെല്ലാം ഉപരിയായി ധാർമ്മികമായി ഒരു തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോവാൻ മടിയില്ല എന്ന ലജ്ജിക്കുന്ന ഒരു വസ്തുതയാണ് CPM-ന്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കുന്നത് എന്നാണ് സത്യം. KM നൌഷാദിന്റെ തിരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യണമെന്നും ഇദ്ദേഹത്തെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ടാണ് UDF സ്ഥാനാർത്ഥി TK സുബ്രഹ്മണ്യൻ റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകിയിട്ടുള്ളത്. സംഭവത്തിൽ മുൻസിഫ് കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ജനാധിപത്യ മൂല്യങ്ങൾ തകർത്ത് ജനവിധി അട്ടിമറിക്കുന്ന CPM-ന്റെ പ്രവൃത്തികൾക്കെതിരെ നിയമ പോരാട്ടത്തോടൊപ്പം ജനകീയ പ്രക്ഷോഭങ്ങൾ നടത്തുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തളം പറഞ്ഞു. ഇവിടെ അവർക്ക് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ അവർക്ക് സ്ഥലമോ ഭൂമിയോ ഒന്നുമില്ല. ഇവിടെ ഈ പഞ്ചായത്തിൽ നികുതി പോലും അവർ അടയ്ക്കുന്നില്ല. അവർ വന്നിട്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള അനാസ്ഥകൾ ജനാധിപത്യത്തിനെ കശാപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. കാരണം പരാജയം മുന്നിൽ കാണുമ്പോൾ അക്രമം അഴിച്ചുകൂടാ ഇത്തരത്തിലുള്ള അനാസ്ഥകൾ ചെയ്യുക, ജനാധിപത്യം തകർക്കുക എന്നത് CPM-ന്റെ ഒരു പ്രവണതയാണ്. അതാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. കാരണം 350-300ഓളം വോട്ടുകൾക്ക് വിജയിച്ചിട്ടുള്ള ഒരു വാർഡാണ് 17-ാം വാർഡ്. ഇവിടെയാണ് 4 വോട്ടിന് ജയിച്ചപ്പോൾ ആള് ഇത്തരത്തിലുള്ള അന്നടക്കം വിഷയമുണ്ടായിട്ടുണ്ട്. അവിടെ ബൂത്ത് ഏജന്റുമാർ രേഖപ്പെടുത്തിയ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ 6 പേർ 2 സ്ഥലത്ത് വോട്ട് രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. വോട്ട് രേഖപ്പെടുത്തിയ 60ഓളം പേർ വാർഡിൽ താമസക്കാരല്ലെന്നും 25 വർഷമായി നികുതി അടയ്ക്കാത്തവരാണെന്നും UDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ UDF പഞ്ചായത്ത് ചെയർമാൻ സജീവ് ചാത്തനാത്ത്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തളം, UDF സ്ഥാനാർത്ഥി TK സുബ്രഹ്മണ്യൻ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MS ബഷീർ എന്നിവർ പങ്കെടുത്തു.